നമസ്കാരം ഫ്രണ്ട്സ്. നമ്മൾ ആദ്യമായി വാഹനം പഠിക്കുവാൻ പോവുകയാണ്. നിങ്ങൾ വാഹനം ഓടിച്ച് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ വാഹനത്തിൽ കയറുന്ന സമയത്ത് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് നമുക്കൊന്നൊരു വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം. നിങ്ങളുടെ വീട്ടിൽ ഒരു വാഹനം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വാഹനം ഉണ്ടെങ്കിൽ, നിങ്ങൾ വാഹനം ഓടിച്ച് പഠിക്കുന്നതിന് മുമ്പേ, നമ്മൾ ആ വാഹനം ഓടിക്കുന്നതിന് മുൻപേ ആ വാഹനത്തിൽ അറിയേണ്ട കുറച്ച് പ്രധാനപ്പെട്ട അകത്ത് കയറിയിരിക്കുമ്പോൾ അറിയേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കുന്നത്. വാഹനത്തിൽ കയറി കഴിയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിന്റെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓരോരുത്തരുടെയും ഹൈറ്റിനും അവരുടെ കാലുകളുടെ നീളത്തിനുമെല്ലാം അനുസരിച്ച് നമ്മൾ ആ സീറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്യണം. സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്, നമ്മുടെ വാഹനത്തിൽ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായി രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഇതുപോലൊരു നിങ്ങൾക്കൊരു ലിവർ ഇവിടെ ഇതുപോലെ കാണാൻ സാധിക്കും. ഈ ലിവറിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ചാരുന്ന ഭാഗത്തിന് നമുക്ക് മുമ്പിലേക്കും പുറകിലേക്കും ഇതിലിങ്ങനെ പ്രസ് ചെയ്ത് മുകളിലേക്ക് പിടിച്ചുകൊണ്ട് മുന്നിലേക്കും പുറകിലേക്കും നീക്കുന്നതിനായി സാധിക്കും. രണ്ടാമത്തേത് ഇവിടെ വരുന്ന ലിവറാണ്. ഇതുപോലെ വലുതോ ചെറുതോ ആയിട്ടുള്ള ലിവർ നിങ്ങളുടെ ആ ഒരു സീറ്റിലുണ്ടാവും. ഇതിലിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് മുന്നിലേക്കും പുറകിലേക്കും നീക്കുവാൻ സാധിക്കും. കൂടാതെ ഇന്നിറങ്ങുന്ന പുതിയ വാഹനങ്ങളിലാണെങ്കിൽ, ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ വാഹനങ്ങളിൽ നിങ്ങൾക്കത് ഈ ഭാഗത്തായി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായിട്ടും ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇതിൽ നിങ്ങളുടെ ഭാഗത്തിനുള്ള ഹൈറ്റ് നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സീറ്റിന്റെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് മനസ്സിലാക്കി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സീറ്റ് ഏത് രീതിയിലാണ് ഓരോരുത്തരും ക്രമീകരിക്കേണ്ടതെന്നാണ്. നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ ഇരുന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിലെ ഗ്ലാസിന്റെ മധ്യഭാഗത്തുകൂടി കാണുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ സീറ്റിങ്ങൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന വാഹനമാണെങ്കിൽ. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കൈകളുടെ ഈ ഒരു റിസ്റ്റിന്റെ ഈ ഭാഗം ഈ സ്റ്റിയറിംഗിന്റെ ഇവിടെയായി ഈ രീതിയിൽ വരുന്ന രീതിയിൽ നിങ്ങളുടെ സീറ്റിന്റെ പുറകിലേക്കുള്ള ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്തിടുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നമ്മൾ നോക്കുന്നത്, നമ്മളിരുന്ന് നമ്മുടെ ക്ലച്ചിന്റെ ഭാഗത്തേക്ക്, ക്ലച്ച് നമ്മൾ ചവിട്ടുമ്പോൾ പൂർണ്ണമായും ചവിട്ടി അമർത്തി കഴിഞ്ഞാലും നമ്മുടെ ഈ മുട്ടിന്റെ ഭാഗം കുറച്ച് നിവരാതെ തന്നെ ഉണ്ടാവണം. അപ്പോൾ ക്ലച്ച് നമ്മൾ പൂർണ്ണമായി ചവിട്ടി കഴിഞ്ഞു, ബ്രേക്ക് നമ്മൾ പൂർണ്ണമായി ചവിട്ടി കഴിഞ്ഞാലും നമ്മുടെ കാല് പൂർണ്ണമായി നിവരാത്ത രീതിയിലായിരിക്കണം നിങ്ങൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഇത്രയുമാണ് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മൾ സീറ്റ് ബെൽറ്റ് എങ്ങനെ ധരിക്കാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ ഇടത്തെ കൈ കൊണ്ട് നമ്മുടെ സീറ്റ് ബെൽറ്റിനെ ഈ രീതിയിൽ നിങ്ങൾ പിടിച്ചതിന് ശേഷം ഇതുപോലെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. ഇങ്ങനെ കൊണ്ടുവന്ന് നിങ്ങളുടെ ഈ ഒരു ഭാഗത്തിനെ സീറ്റ് ക്ലിപ്പിനെ ഇങ്ങനെ എടുത്തതിന് ശേഷം നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് ഇതുപോലെ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നേരെ കൊണ്ട് സീറ്റ് ബെൽറ്റിന്റെ ഭാഗത്തേക്ക് നിങ്ങൾ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പ്രസ് കഴിഞ്ഞാൽ നിങ്ങളുടെ സീറ്റ് ബെൽറ്റ് കറക്റ്റായി ഇടാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇടത്തെ കൈ കൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് പിടിക്കുന്നു, നേരെ ബ്രേക്ക് പുള്ള് ചെയ്തുകൊണ്ട് നമ്മുടെ വലത്തെ കൈ കൊണ്ട് ഈ ഒരു സാധനത്തിൽ ഈ ഒരു ക്ലിപ്പിൽ നമ്മൾ പിടിച്ച് നമ്മൾ നേരെ സീറ്റ് ബെൽറ്റിന്റെ പൊസിഷനിലേക്ക് പ്രസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ സീറ്റ് ബെൽറ്റും ധരിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിയുമ്പോൾ സീറ്റ് ബെൽറ്റിന് താഴെയായി നമ്മുടെ ഡ്രൈവർ സീറ്റിന് സൈഡിലായിട്ട് ഇവിടെ ആയിട്ടൊരു ഭാഗം ഉണ്ടാവും. ഇതാണ് നമ്മുടെ ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ വാഹനം നിർത്തിയിരിക്കുന്നു, അത് ഗിയറിലാണ്, ബാക്കി എല്ലാ കാര്യങ്ങളും സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന വാഹനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഒരു ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുന്നതിനായി ഈ ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നതിനെ ഇവിടെ ഇങ്ങനെ ഒരു പൊസിഷൻ ഇങ്ങനെ പുള്ള് ചെയ്യുന്നൊരു സാധനം ഉണ്ടാവും. ഇതിൽ പുള്ള് ചെയ്തുകൊണ്ട് താഴേക്ക് ആക്കാം. ഇതിലിങ്ങനെ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് ആയി. ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത് വാഹനം നിർത്തിയിടുന്ന സമയത്തോ കയറ്റത്തിലോ മറ്റോ ക്ലച്ച് നിർത്തി നിങ്ങൾക്ക് വാഹനം എടുക്കുന്നതിനായിട്ട് ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുന്നു. അപ്പോൾ ഹാൻഡ് ബ്രേക്കിനെ പറ്റി നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇത് നമ്മൾ വാഹനം മെക്കാനിക്കലായി നിർത്തുന്നതിന്, ബാക്കിൽ രണ്ട് വീലുകളെ സ്റ്റോപ്പ് ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇതിങ്ങനെ ഓൺ ചെയ്തിട്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്ത് ഇവിടെ പുഷ് ചെയ്ത് പിടിച്ചുകൊണ്ട് താഴേക്ക് ആക്കിയാൽ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നതും മുകളിലേക്ക് ഇങ്ങനെ പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് ആവുന്നതുമായിരിക്കും. അപ്പോൾ ഇതാണ് ഹാൻഡ് ബ്രേക്കിനെ പറ്റി മനസ്സിലാക്കാനുള്ളത്. നമ്മൾ ബേസിക് ആയിട്ടുള്ള ഹാൻഡ് ബ്രേക്കിനെ കുറിച്ചും മനസ്സിലാക്കി കഴിഞ്ഞു. അടുത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ളത് താഴെയായിട്ട് വരുന്ന നമ്മുടെ കാല് കൊണ്ട് നിയന്ത്രിക്കുന്ന ഭാഗങ്ങളാണ്. അതിൽ നമ്മൾ ഏറ്റവും വലത് ഭാഗത്തായി നമ്മുടെ വലതേ കാൽ അല്ലെങ്കിൽ റൈറ്റ് ലെഗ് കൊണ്ട് ഉപയോഗിക്കുന്നത് ആക്സിലേറ്ററും ബ്രേക്കുമാണ്. തുടർന്ന് നമ്മൾ ഇടത്തെ കാലുകൊണ്ട് ഉപയോഗിക്കുന്നത് ക്ലച്ചാണ്, ഇടത്തെ കാലുകൊണ്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ മൂന്നിനെയും ഷോർട്ട് നെയിമിൽ ABC എന്നിങ്ങനെ അറിയപ്പെടുന്നു. അതായത് ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച്. ആക്സിലേറ്റർ എന്ന് പറയുന്നത് വാഹനത്തിന്റെ വേഗത പ്രസ് ചെയ്യുന്നതനുസരിച്ച് വേഗത കൂടുകയും കാലെടുക്കുന്നതനുസരിച്ച് വേഗത കുറയുകയും ചെയ്യുന്നതിനെ ഉപയോഗിക്കുന്നു. ബ്രേക്ക് എന്ന് പറയുന്നത് വാഹനത്തിനെ നിർത്തുന്നതിനോ വേഗത കുറയ്ക്കുന്നതിനോ ഉപയോഗിക്കുന്നു. ക്ലച്ച് എന്ന് പറയുന്നത് വാഹനത്തിന്റെ ഒരു ഗിയറിൽ നിന്നും മറ്റൊരു ഗിയറിലേക്ക് മാറുന്നതിനായി നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തൊട്ടടുത്തായി വരുന്നത് നമ്മുടെ ഗിയർ ലിവർ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. വാഹനത്തിന്റെ ഓരോ സമയത്തും ആവശ്യമുള്ള ശക്തിക്കനുസരിച്ച് വേഗത കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനുമായിട്ടാണ് ഗിയറുകൾ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് ചെറുതായി മനസ്സിലാക്കി വയ്ക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും ഗിയർ മാറുന്നതിന് മുന്നേ ക്ലച്ച് ചവിട്ടിയിരിക്കണം. ക്ലച്ച് ചവിട്ടേണ്ട രീതി എന്ന് പറയുന്നത് നമ്മളുടെ കാലിന്റെ ഈ പാദം കൊണ്ടായിരിക്കണം ക്ലച്ച് ചവിട്ടേണ്ടത്. കാലിന്റെ പാദം കൊണ്ടാണ് ക്ലച്ച് നിങ്ങൾ ചവിട്ടേണ്ടത്. നിങ്ങൾ ആദ്യം കുറച്ച് ദിവസം ചെരുപ്പിടാതെ ഉപയോഗിക്കുകയും തുടർന്ന് നിങ്ങൾ ചെരുപ്പിട്ട് ശീലിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ ആക്സിലേറ്റർ കൊടുക്കേണ്ടത് നിങ്ങളുടെ കാൽ ഇതുപോലെ
ഹോൾഡ് ചെയ്തതിനു ശേഷം പെരുവിരൽ മാത്രം ഉപയോഗിച്ച് ആക്സിലേറ്റർ ശീലിക്കുക. പെരുവിരൽ കൊടുക്കുന്ന രീതിയിൽ ആക്സിലേറ്റർ ശീലിക്കുക. ബ്രേക്ക് ചവിട്ടുമ്പോൾ ഇതുപോലൊരു പൊസിഷനിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് പെരുവിരൽ ഉപയോഗിച്ച് ചവിട്ടുന്നു. അതുപോലെ തന്നെ കാലിന്റെ പാദം കൊണ്ട് അല്ലെങ്കിൽ കാലിന്റെ ഫ്രണ്ട് ഭാഗത്ത് വരുന്ന ആ ഒരു ഭാഗം കൊണ്ട് വേണം ബ്രേക്കും ഉപയോഗിക്കുവാൻ. ഇത്രയും കാര്യങ്ങൾ കൂടി ഇതിൽ മനസ്സിലാക്കിക്കൊള്ളുക. അതുപോലെ പഠിച്ചു തുടങ്ങുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ ക്ലച്ച് അമർത്തി ഗിയർ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ക്ലച്ചിൽ നിന്നും കാല് താഴേക്ക് എടുക്കുക. ഇത് ആദ്യമേ തന്നെ നിങ്ങൾ ഓർമ്മിക്കുക. നിങ്ങൾ വാഹനം ഓടിച്ച് തുടങ്ങുന്നതിനും തന്നെ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ നമ്മൾ ഗിയർ മാറിക്കഴിഞ്ഞാൽ ആ ഗിയർ മാറുന്ന അതേ സമയത്ത് ഗിയറിൽ നിന്നും കൈയെടുത്ത് സ്റ്റിയറിംഗിലേക്ക് വച്ചിരിക്കണം. ഇനി നമ്മൾ നോക്കുന്നത് സ്റ്റിയറിംഗ് എങ്ങനെ പിടിക്കണം എന്നുള്ളതാണ്. സ്റ്റിയറിംഗിൽ പ്രധാനമായിട്ടും നമ്മൾ പിടിക്കേണ്ടത് 2 രീതിയാണ്. നമ്മുടെ ഒരു ക്ലോക്കിലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ക്ലോക്കിന്റെ 10 നമ്മുടെ ഒരു ചെറിയ സൂചിയും 2 എന്ന് പറയുന്ന പൊസിഷനിലേക്ക് മറ്റൊരു സൂചി നിൽക്കുന്ന രീതിയിൽ, അതായത് 10ലും 2ലും നിൽക്കുന്ന രീതിയിൽ നമുക്ക് സ്റ്റിയറിംഗിൽ ഒരു പൊസിഷൻ ഇങ്ങനെ പിടിച്ച് നിങ്ങൾക്ക് വാഹനം ഓടിക്കാം. അതുപോലെ തന്നെ 9, 3 എന്ന് പറയുന്ന രീതിയിൽ, അതായത് നിങ്ങളുടെ ക്ലോക്കിൽ ഒരു 9ലും 3ലും സൂചികൾ നിൽക്കുന്ന രീതിയിൽ ഈ ഒരു രീതിയിലും നിങ്ങൾക്ക് സ്റ്റിയറിംഗ് പിടിച്ച് വാഹനം ഓടിക്കുവാൻ ശീലിക്കാം. അപ്പോൾ നമ്മൾ 10, 2 എന്ന പൊസിഷനിലും 9, 3 രീതിയിലും സ്റ്റിയറിംഗ് നമുക്ക് പിടിക്കാവുന്നതാണ്. ഞാനിത് പറയുന്നത് വാഹനം ഓടിച്ച് തുടങ്ങാൻ പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചിലപ്പോൾ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ ഇത് മനസ്സിലാക്കിയിരിക്കുക. ഇന്നിറങ്ങുന്ന പുതിയ വാഹനങ്ങളിലെല്ലാം എയർ ബാഗും മറ്റും ഉള്ളതുകൊണ്ട് ഒരു കാരണവശാലും കൈ താഴേക്ക് വരുന്ന രീതിയിലോ കൈ ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്ന രീതി തിരിച്ചിങ്ങനെ ക്രോസ് ചെയ്യുന്ന രീതിയിലോ മുകളിൽ കയറ്റിയിട്ട് ഈ രീതിയിലോ സ്റ്റിയറിംഗ് പിടിച്ച് ഓടിച്ച് നിങ്ങൾ പരിശീലിക്കരുത്. ഇനി നമുക്ക് വാഹനത്തിന്റെ ഇൻഡിക്കേറ്ററുകൾ എങ്ങനെയാണ് ഇടുന്നതെന്ന് നോക്കാം. ഇൻഡിക്കേറ്റർ ഇടുന്നതിനായി നമ്മുടെ വാഹനത്തിന്റെ വലത് ഭാഗത്ത്, അതായത് സ്റ്റിയറിംഗിന് താഴെയായി വലത് ഭാഗത്തായി ഇതുപോലൊരു സ്വിച്ച് കാണുവാൻ സാധിക്കും നിങ്ങൾക്ക്. ഈ സ്വിച്ചിൽ നിങ്ങൾ ഇപ്പോൾ നടുക്ക് നിൽക്കുന്ന സാധനം ഇടത് ഭാഗത്തേക്കാണ് നിങ്ങൾ പ്രസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഇടത് ഭാഗത്തുള്ള ഇൻഡിക്കേറ്ററുകൾ ബ്ലിങ്ക് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ ഇതിനെ തിരിച്ച് താഴേക്ക് പിടിച്ചു കഴിഞ്ഞാൽ അത് പൊസിഷനിൽ വന്നു. അപ്പോൾ ആ ഇൻഡിക്കേറ്റർ ഓഫ് ആവും. കൂടാതെ നിങ്ങൾ റൈറ്റ് സൈഡിലേക്കാണ് താഴേക്കാണ് പുള്ള് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ വലത് ഭാഗത്തേക്കുള്ള ഇൻഡിക്കേറ്ററുകൾ കത്തുന്നതായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ വാഹനം ഇടത് ഭാഗത്ത് നിർത്തിയിട്ട് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏത് ഭാഗത്താണ് നിർത്തുന്നത്, നിങ്ങൾ മനസ്സിൽ നിങ്ങൾ എങ്ങോട്ട് പോകണം, എന്താണ് ചിന്തിക്കുക എന്നുള്ളത് നിങ്ങൾ ഇൻഡിക്കേറ്റർ വഴി നിങ്ങൾ മനസ്സിലാക്കി കൊടുത്തിരിക്കണം. അതായത് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യം ആദ്യം ഇൻഡിക്കേറ്റർ വഴി മറ്റുള്ളവരെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ വാഹനം ഇടത്തോട്ടോ വലത്തോട്ടോ തിരിക്കുന്നതിനോ മറ്റോ എടുക്കേണ്ടത്. നിങ്ങളിപ്പോൾ വാഹനം ഇടത് ഭാഗത്ത് നിർത്തിയിരിക്കുന്നു, അവിടെ നിന്ന് വലത് ഭാഗത്തേക്ക് വാഹനം റോഡിലേക്ക് കയറുകയാണെങ്കിൽ നിങ്ങളപ്പോൾ വലത് ഭാഗത്തേക്കുള്ള ഇൻഡിക്കേറ്റർ ഇതുപോലെ താഴേക്ക് ഇടുന്നു. തുടർന്ന് നിങ്ങൾ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യണമെന്നില്ല. സ്റ്റിയറിംഗ് ഇടത്തോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അത് ഓഫ് ആവുന്നതാണ്. അപ്പോൾ ഇൻഡിക്കേറ്റർ ഇടുന്നതിനായി നിങ്ങൾക്ക് മനസ്സിലായി ഇടത് ഭാഗത്തേക്ക് പുഷ് ചെയ്താൽ ഇടത് ഭാഗത്തേക്കുള്ള ഇൻഡിക്കേറ്ററും താഴേക്ക് ആക്കി കഴിഞ്ഞാൽ വലത് ഭാഗത്തേക്കുള്ള ഇൻഡിക്കേറ്ററും കത്തുന്നതായിരിക്കും. ഈ ഇൻഡിക്കേറ്ററിന്റെ സ്വിച്ചിൽ തന്നെ നമ്മുടെ പാർക്ക് ലൈറ്റുകൾ കത്തുന്നതിനുള്ള ഓപ്ഷനും തുറന്ന് തൊട്ടടുത്തായി ഹെഡ്ലൈറ്റുകൾ കത്തുന്നതിനുള്ള ഒരു തിരിപ്പോട് തിരിച്ചു കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റും കത്തുന്നതാണ്. ഇതിൽ തന്നെ രാത്രി പോകുന്ന സമയത്ത് ഈ ഇൻഡിക്കേറ്ററിന്റെ സ്വിച്ചിൽ താഴേക്കും മുകളിലേക്കും ഇതുപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിമ്മും ബ്രൈറ്റും അടിക്കുന്നതിനുള്ള ഓപ്ഷനും ഇവിടെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുകൂടാതെ ഇതിൽ തന്നെ വേറൊരു ഓപ്ഷനും കൂടിയുണ്ട്. നിങ്ങളിപ്പോൾ കുറേയധികം വാഹനമൊക്കെ ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ആളാണെങ്കിൽ ഇതുപോലെ മുകളിലേക്ക് പ്രസ് ചെയ്ത് കഴിച്ചാൽ നിങ്ങൾക്കറിയാം ചിലരൊക്കെ ഹെഡ്ലൈറ്റ് പാസ് ചെയ്യുന്നതിനായി, അതായത് ഞാനിപ്പോൾ ഓവർടേക്ക് ചെയ്ത് വരും അല്ലെങ്കിൽ ഞാൻ എതിരെ വരുന്ന വാഹനത്തിന് ഞാൻ കയറി വരും എന്ന് കാണിക്കുന്നതിനായി മുകളിലേക്ക് പ്രസ് ചെയ്ത് പിടിച്ച് പാസ് ലൈറ്റും ഈ ഒരൊറ്റ സ്വിച്ചിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. തൊട്ടടുത്തായി നേരെ ഇടത് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ വൈപ്പറിനുള്ള കുറച്ച് ഓപ്ഷൻസ് ആണ്. നമ്മുടെ വാഹനത്തിന്റെ ഗ്ലാസ്സിലേക്ക് വരുന്ന വെള്ളത്തിനെ ഒഴിവാക്കുന്നതിനായി മഴയത്തും എല്ലാ സമയത്തും ക്ലീൻ ചെയ്യുന്നതിനുമുള്ള വൈപ്പറിന്റെ ഓപ്ഷൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇത് ഏറ്റവും മുകൾ ഭാഗത്തേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഇത് ഓഫാണ്. നിങ്ങൾ പല രീതിയിലുള്ള വൈപ്പറാണ്. താഴേക്ക് വരുമ്പോൾ ഫസ്റ്റ് സ്പീഡിലേക്ക് ഇന്റർവെല്ലിൽ വരുന്നു, തൊട്ട് താഴേക്ക് വന്നാൽ കുറച്ചുകൂടെ സ്പീഡാവുന്നു, മാക്സിമം സ്പീഡിലേക്ക് ഈ പറയുന്ന രീതിയിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വൈപ്പറുകൾ ഉപയോഗിക്കുവാൻ സാധിക്കും. തുടർന്ന് നമുക്കിത് ഓഫ് ചെയ്യുന്നതിന് ഇതുപോലെ മുകളിലേക്ക് ഇങ്ങനെ പുഷ് ചെയ്ത് മുകളിൽ കൊണ്ട് ഓഫ് ചെയ്യാം. കൂടാതെ ഇവിടെ പുള്ളെന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിലിങ്ങനെ പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ടിലുള്ള ഗ്ലാസ്സിലേക്ക് വെള്ളം തെറിക്കുന്നതിനും അങ്ങനെ വെള്ളം ഒഴിച്ച് ആ ഓടിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ ഇത് കഴുകുന്നതിനും ഈ ഒരു സ്വിച്ച് ഉപയോഗിച്ച് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഒരു ലിവർ ഉപയോഗിച്ച് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അടുത്തായി വാഹനത്തിന്റെ ഹോൺ എവിടെ വരുന്നു പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയാം ഇതുപോലെ ഭാഗത്തായി ഒന്നുകിൽ ഹോണിന്റെ എംബ്ലം ഇവിടെ ഉണ്ടാവും, അതല്ലെങ്കിൽ ഈ ഒരു പൊസിഷനിലായിരിക്കും കാറിന്റെ എല്ലാം ഹോണുകൾ വരുന്നത്. ഇവിടെ ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോൺ കേൾക്കുമെന്നും നിങ്ങൾക്കറിയാം. അടുത്ത് വരുന്ന നമ്മുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് മിററുകൾ. നമ്മുടെ ഒരു വാഹനത്തിന് 2 ഔട്ട്സൈഡിലുള്ള റിയർ വ്യൂ മിററുകളും വലത് ഭാഗത്തും ഇടത് ഭാഗത്തുമുള്ള 2 റിയർ വ്യൂ മിററുകളും ഒരെണ്ണം മധ്യഭാഗത്തായി മുകളിലായിട്ടും ഒരു മിറർ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ ആവശ്യാനുസരണം കൃത്യമായി നമ്മൾ പൊസിഷൻ കറക്റ്റ് ചെയ്ത് വാഹനം ഓടിച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ പൊസിഷൻ കറക്റ്റ് ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കുക. ഇതിനെക്കുറിച്ച് വിശദമായി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് നോക്കി മനസ്സിലാക്കാം.
ഒരു വാഹനം നിങ്ങൾ പഠിക്കാൻ പോകുന്നതിന് മുമ്പേ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിപ്പോൾ ഏകദേശം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതായത് നമ്മൾ ഓടിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ തുടക്കക്കാരാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആണോ നമ്മൾ ആദ്യം പരിശോധിക്കുക. ഹാൻഡ് ബ്രേക്ക് ഇപ്പോൾ എൻഗേജ്ഡ് ആണ്. തുടർന്ന് നമ്മളിവിടെ ഗിയർ ന്യൂട്രൽ പൊസിഷനിലാണോ എന്നും ഒന്ന് പരിശോധിക്കുക. ന്യൂട്രൽ പൊസിഷൻ ആണെങ്കിൽ ഈ ഒരു സ്പേസിൽ ന്യൂട്രൽ പൊസിഷനിൽ ഇത്രയൊരു നീളത്തിൽ നമ്മുടെ ഗിയർ ലിവർ ചലിക്കുന്നതായിരിക്കും. ഇത് നിങ്ങൾ പരിശോധിക്കുന്നു. തുടർന്ന് നമ്മൾ അടുത്തായി പോകുന്നത് നമ്മുടെ ക്ലച്ച് പൂർണ്ണമായും ചവിട്ടി പിടിച്ചുകൊണ്ട് ബ്രേക്കും ചവിട്ടി പിടിച്ചുകൊണ്ട് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ചവിട്ടി പിടിച്ചുകൊണ്ട് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് 3 സ്റ്റെപ്പാണുള്ളത്. നമ്മുടെ വാഹനത്തിൻ്റെ കീ എടുത്തതിന് ശേഷം നമ്മൾ നേരെ കീ ഹോളിലേക്ക് ഇൻസെർട്ട് ചെയ്യുന്നു. നമ്മൾ കീ ഹോളിലേക്ക് കീ ഇൻസെർട്ട് ചെയ്തു. തുടർന്ന് 3 സ്റ്റെപ്പാണ് ഇതിനായി വരുന്നത്. 1, 2, 3 എന്നുള്ളതാണ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മുടെ സ്റ്റിയറിംഗ് ലോക്ക് ഓൺ ആവുകയാണ്. അടുത്ത സ്റ്റെപ്പിൽ നമ്മുടെ വാഹനത്തിനകത്തുള്ള ഇഗ്നീഷ്യനും വാർണിംഗ് ലൈറ്റുകളെല്ലാം നിങ്ങൾക്കിവിടെ തെളിഞ്ഞ് കത്തുന്നതായി കാണുവാൻ സാധിക്കും. തുടർന്ന് 3ാമത്തെ സെക്ഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ക്ലച്ചും ബ്രേക്കും ചവിട്ടി പിടിച്ചുകൊണ്ട് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ സ്റ്റാർട്ടായി നിൽക്കുന്ന വാഹനം ഓഫ് ചെയ്യുന്നതിനായി നമ്മൾ ഓടിച്ച് പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് മറ്റുള്ള കാര്യങ്ങൾ കിടക്കുന്നില്ല. തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾ കൃത്യമായി ഞാൻ പറഞ്ഞു തരാം. ഇനി നമ്മൾ ഓഫ് ചെയ്യുന്നതിനായി ഈ സ്റ്റാർട്ട് ചെയ്ത വാഹനത്തിൻ്റെ ഈ ഒരു സ്വിച്ചിൽ തന്നെ നിങ്ങൾ ഒരു തവണ ഇങ്ങനെ പ്രസ് കഴിഞ്ഞാൽ ഇത് ഓഫ് ആവുന്നതാണ്. തിരിച്ച് നിങ്ങൾക്ക് ഒന്നുകൂടി പ്രസ് ചെയ്ത് ഈ ചാവി ഇവിടെ നിന്നും റിലീസ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മറ്റുള്ള കൂട്ടുകാർക്ക് അറിവുകൾ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം ഫ്രണ്ട്സ്.